നമുക്ക് ഇവനെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിൽ ജോലിക്ക് നിർത്തിയാൽ നന്നായിരിക്കും അല്ലേ? എന്റെ പൊന്നാശാനെ ഒന്നും മിണ്ടാതിരി. മനുഷ്യരുടെ ഏത് നിമിഷം ഒച്ചിന്റെ ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്നു. അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ ഹിന്ദു പുരാണത്തിലെ ഏത് ദൈവത്തിന്റെ വാഹനം ഒച്ചും പുറത്തെ യാത്രയാണ് ദൈവമൊന്നും ഞങ്ങളുടെ പുരാണത്തിലില്ല. പറഞ്ഞ പോലെ അതിന്റെ പുറത്തിരുന്ന എപ്പ എത്തേണ്ടത് എത്താനല്ലേ? പട്ടി വരൂട്ടാ. ഈശ്വര, ഒച്ചിനെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇനി പട്ടിയുടെ കടിയുടെ കൊള്ളണമല്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അതിന് ഞാനെന്താ പറഞ്ഞത്? നീ എന്തിനാ ഈ ഭ്രാന്തിന്റെ വാക്ക് കേട്ട് ടെൻഷൻ അടിക്കുന്നത്? ഇത് കുറെയൊക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നലാണ്. അമീറിന് ഭ്രാന്തില്ല. കൊച്ചു ത്രേസ്യ ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ പോയതാ. അപ്പൊ അമീർ അതാ നിന്റെ പേര്? അപ്പൊ പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ്. വല്ലതൊക്കെ എഴുതാനും വായിക്കാനും അറിയാവോ? അറിയായിരുന്നു, ഇപ്പൊ മറന്നുപോയതാ. അത് കലക്കി. എന്താണോ അത്? ഒന്ന് നോക്കിയടാ. ആസാനെ, നമ്മുടെ വണ്ടി ഒരു പട്ടി അടിച്ച്. അതെ, വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെന്ന് തോന്നുന്നു. വണ്ടി എടുത്തോ, പണിയാണ്. ഞാൻ കണ്ടതാവും വരണത്, ഞാൻ പറഞ്ഞതാവും വരുമെന്ന്. എന്റെ പൊന്നി എങ്ങാതി, ദൈവത്തെ ഓർത്ത് പറ. ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇനി കുറേ ദൂരം കഴിയണം. അപ്പൊ അടുത്ത പട്ടി വരൂ. ഇനി പട്ടിയല്ല, ഇനി വരാനുള്ളതൊരാളാ. അങ്ങനെ കോളേജ് സമയത്തെ എക്സ്പേർട്ട് ഡ്രൈവർ ശ്വേത ഹൈ റേഞ്ച് വളവൊക്കെ പുഷ്പം പോലെ ഓടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഷോ കാണിക്കാനായിരുന്നെങ്കിലും നോൺ സ്റ്റോപ്പായി ഓടിച്ച് പഴയ ടാലന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അയ്യടാ, ഇവിടെ വരെ നിർത്താതെ വണ്ടി ഓടിക്കണം എന്നുള്ളതേ എന്റെ വാശിയായിരുന്നു. ആണോ? അപ്പൊ എവിടെയും നിർത്തണ്ട, ഓടിച്ചുകൊണ്ടേയിരുന്നു. അല്ല, ഇത്ര നേരം ഓടിച്ചല്ലേ എവിടെയെങ്കിലും അനാവശ്യമായിട്ട് ഒരു ബ്രേക്കിങ്ങോ അതോ ഏതെങ്കിലും കുഴിയിൽ കൊണ്ടിട്ടോ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. ഉറങ്ങിയത് കൊണ്ടൊന്നും അറിഞ്ഞതേ. അയ്യടാ. അല്ല, ഈ മൗണ്ടൻസ് ഒക്കെ കാണുന്ന പറഞ്ഞ ആളെ കിടന്ന് ഉറങ്ങാണല്ലോ. ഞങ്ങളങ്ങനെ വണ്ടി കയറിയ അപ്പൊ ഉറങ്ങും. ശ്വേത, വണ്ടി ഇവിടെ ഒതുക്കിക്കേ. ഇവിടെയോ? എന്താ നിർത്താൻ പറഞ്ഞ? ഈ സ്ഥലം നല്ല പരിചയമുള്ള പോലെ. എന്താ മഹേഷ്? നീ മോളെ എടുക്കും, നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. അങ്ങോട്ടോ? നീ ഇറങ്ങാനേ പാട്. അവളെവിടെ? മോളെ സൂക്ഷിച്ച്. നല്ല ക്ലൈമറ്റ് അല്ലേ? നമുക്കേ ഇന്നിവിടെ സ്റ്റേ ചെയ്താലോ? ഡ്രസ്സില്ല, ഡ്രസ്സില്ല, ലീവും ഇല്ല. തുടങ്ങി. ഈ ആദ്യം പറഞ്ഞ 2 സാധനം നമുക്ക് ഇവിടെ ഒപ്പിക്കാം. ഈ മൂന്നാമത്തെ സാധനമാണ് പ്രശ്നം. മൂന്നാമത്തെ സാധനം തന്നെയാണ് പ്രശ്നം. നമുക്ക് തൽക്കാലം വൈകുന്നേരം വരെ ഇവിടെ നിന്ന് ചില്ല് ചെയ്തിട്ട് മാക്സിമം അടിച്ചു വിളിക്കാം. ഓക്കെ? നമുക്ക് ഇനിയും വരാന്ന്. വരുവോ? ഡെഫിനറ്റ് ആയിട്ടും. ഉറപ്പ്? പിന്നല്ല. നോക്കിക്കൊണ്ടിരിക്കുക. കണ്ട ഊട് വഴി കൂടെ കൊണ്ടുപോയി വണ്ടിയും കംപ്ലൈന്റ് ആയി. എന്താവോ ഓനെ വണ്ടി കയറ്റിപ്പോ തുടങ്ങിയ പ്രശ്നങ്ങളാ.
റെഡി. റെഡിയാ. അവൻ എന്നെടുക്കുക അകത്ത് കുന്തം പിടിങ്ങോലെ ഇരിക്കൊണ്ട്. വലിയ പ്രവാചകനാ. ഈ മഴ പെയ്യുന്നതും പട്ടി ഉറുകി കിടന്നതും ആളെ തട്ടുന്നതൊക്കെ പ്രവചിക്കാം. ഈ നിസാരം ഡീസൽ പോയി പൊട്ടുന്ന കാര്യം ആ ടൗണിലെങ്ങാനും വെച്ച് പറഞ്ഞിരുന്നെങ്കിലേ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു. കളിയാക്കണ്ട ആശാനെ, ഹൈ റേഞ്ച് തുടങ്ങാൻ പോകും. നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചങ്ങ് പോവാം. എൻ്റെ കർത്താവേ, അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആരാണോ ഇന്ന് ഊട് വയ്ക്കാൻ പോകുന്നത്? വാ. സോ ലേഡീസ്, അപ്പൊ അങ്ങനെ ഒരു ഹെക്ടിക് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞല്ലേ, ഹൗ അബൌട്ട് എ നാടൻ ചായ ഫ്രം എ നാടൻ കട? സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടമില്ലാത്ത ആൾക്ക് പെട്ടെന്ന് എന്തെറ്റി? Anything is good for a change. Yeah? So let's have a നാടൻ ചായ. വണ്ടി കുറച്ച് കയറ്റിട്ട് സാറേ. തടിയേറ്റ ലോറി ഒരുപാട് പേരുടെ സ്ഥലവാ. അവന്മാർക്കാണെങ്കിൽ ഒരു നോട്ടമില്ല. അത്യാവശ്യം സ്ഥലമുണ്ട് ചേട്ടാ, കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുടിക്കാൻ എന്താ ഉള്ളേ? ചായ ഉണ്ട്, കാപ്പിയുണ്ട്, പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് സാറേ. എനിക്ക് എന്തായാലും ഒരു ചായ. അപ്പൊ 2 ചായ, എനിക്ക് സ്ട്രോങ്. ഓ ആയിക്കോട്ടെ. മോക്ക് എന്താ വേണ്ടേ? എനിക്കൊരു ബൂസ്റ്റ് മതി. ബൂസ്റ്റ് ഉണ്ടോ ഏട്ടാ? ബൂസ്റ്റ് ഉണ്ട്. പിന്നെ ദേ ബൂസ്റ്റ്. അപ്പൊ ഒരു ബൂസ്റ്റ് തന്നെ. മതി. നൈസ് പ്ലേസ്, നോ? നമുക്ക് അവിടെ പോയി ഒരു പിക്ചർ എടുത്താലോ? ഇപ്പോഴോ? യെപ്. വാ. വാ ചേട്ടാ. ഓ, ഞങ്ങൾ മേളിൽ കാണും. ചായ അവിടെ തരുമോ? ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എങ്ങനെയുണ്ട് ഇവിടെ? സ്ഥലം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ലെറ്റ്സ് ടേക്ക് എ സെൽഫി. ഡാഡി മമ്മി നിക്ക്, ഞാൻ എടുക്കാം. ഓക്കേ. ഓക്കേ. കം. ചിരിച്ചേ. മോളെ ചിരിച്ചേ. This side, no? നല്ലപോലെ ചിരിക്കണി. Nice. നൈസ്. സാറേ, ആ. ദാ മോൾക്ക് ബൂസ്റ്റ്. താങ്ക് യു. ബുദ്ധിമുട്ടായോ? കോഫ്. ഏയ്, സാറേ ഇവിടെ ആദ്യമായിട്ടാണോ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ആണല്ലേ? ഇവർക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അതെ, 8:30 മണി കഴിഞ്ഞാലേ കോടമഞ്ഞിറങ്ങും. ഡ്രൈവ് ചെയ്യാൻ പ്രയാസാ. അതിനൊക്കെ മുമ്പ് പോകും. ലീവ്സ് ഉള്ള ക്യാരറ്റ് ഉണ്ടോ? പിന്നെന്താ, ഇഷ്ടംപോലെ തരല്ലോ മക്കളെ. വാ. ഇതൊന്ന് പിടിക്കോ? Thank you. കാറിലോട്ട് വെച്ചോ. അവള് വെച്ചോളും. ആ, മോള് വാങ്ങിച്ചോ. ഓ, വാ. എത്ര ക്യാരറ്റ് വേണം? കുറച്ച്. ആ, സൂക്ഷിച്ചിടണം കേട്ടാ. മഹേഷ്, എന്ത് പറ്റി? ഇവിടെ വന്നപ്പോ മുതൽ നല്ല ലോസ്റ്റ് ആണല്ലോ. ഹേ, അതല്ല, മുമ്പ് ഇതേ സ്പോട്ടിൽ വന്നിട്ടുള്ള പോലെ. You said you had come for a trip with your friends, ല്ലേ? അപ്പൊ വന്നിട്ടുണ്ടാവും. നോ നോ നോ, ഇതൊരുമാതിരി ഒരു ദേജാവു ഫീല്. I think I came here in 2006, 2007 after college with friends. We just drove to the peak and went back. ഞാൻ കുടിക്കും. 8 മണി കഴിഞ്ഞാൽ കോടമഞ്ഞിറങ്ങുന്നല്ലേ പറഞ്ഞത്. താനു എവിടെ ഇത്? അവൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. തനു, സാറേ ഒരു മിനിറ്റ് ഒന്ന് വരുമോ? പോയി നോക്കാം. എന്തു പറ്റി? ഡാഡി. അത് സാറേ, മോളെ സാധനം വെച്ച കൂട്ടത്തില് ചാവി അകത്ത് വെച്ചിട്ട് അടച്ചു. എന്താ തനു ഇത്? നിനക്ക് അറിഞ്ഞൂടെ സെൻട്രൽ ലോക്കായി പോകുന്നു? അത് സാറേ ഇപ്പൊ തുറക്കാൻ പറ്റത്തില്ലേ? അതങ്ങനെ അവിടെയാണെങ്കിൽ കണ്ണാടി പൊട്ടിച്ചെങ്കിലും എടുക്കാം. ഇതിപ്പോ ഡിക്കിക്കകത്തായി പോയില്ലേ? സാറേ വർഷാപ്പുണ്ട്, കുറച്ച് ദൂരെയാണ്, വിളിക്കട്ടെ? വർക്ക്ഷോപ്പിൽ നിന്നൊന്നും ആള് വന്നിട്ട് കാര്യമില്ല. ഇതിപ്പോ സർവീസ് സ്റ്റേഷനിൽ തന്നെ ആള് വരണം. എന്താ തനു? അവളടുത്ത് ദേഷ്യം കാണിക്കണ്ട, അറിയാതെ ചെയ്തായിരിക്കില്ലേ. നമുക്ക് അകത്ത് പോവാം. വാ. ഐ എം സോറി കേട്ടോ, ഞാൻ അത് പെട്ടെന്ന് കുഴപ്പമില്ല സാറേ. സർവീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, യാ സ്കോഡ. ദിസ് മഹേഷ് നാരായണൻ. ഒരു എന്നാണ്ട് ആഹാ, എന്നാ പറയാനാണ് പോയി, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. 2 ചായയുടെ. ആ, അതാരാടാ പുതിയൊരാള്? ഒന്നും പറയണ്ട, ഒരു വഴിപോക്കം കയറിയതാണ്. അവന് തിന്നാനും കുടിക്കാനും വല്ലതും വേണോന്ന് ചോദിക്കും. അണ്ണൻ കണ്ടേയില്ലേ, നല്ല ഉറക്കത്തില്ല. ഞാൻ 1-2 തവണ തട്ടിമുട്ടി നോക്കി, ഒരു രക്ഷയില്ല. എന്തൊരു ജന്മോടോ. എനിക്കറിഞ്ഞൂടെ. ഒച്ചുണ്ടാന്ന് നോക്കണം.
കഴിച്ചിട്ട് തുപ്പുന്നതിലും നല്ലതല്ലേ? ആശാന സ്ഥലം എത്തും തോറും പേടി കൂടി വരിക. എടാ, അവൻ തട്ടൂന്ന് പറഞ്ഞതേ പട്ടിയും പൂച്ചയൊന്നുമല്ല, ആളിനെയാ. തട്ടിയാ നിസ്സാര കാര്യമല്ല, കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അവിടെ നിന്ന് ഇതുവരെ യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ല. ഇനിയും നമ്മുടെ വണ്ടിന് മുമ്പ് ഒരുത്തനും ചാടാൻ പോകുന്നില്ല. ആശാൻ ധൈര്യമായിട്ടിരി. പോട്ടെ, സാരില്ല കേട്ടോ. ഡാഡി അപ്പോഴത്തെ ദേശത്ത് പറഞ്ഞല്ലേ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ആ എൻ്റെ നമ്പർ കൊടുത്താൽ മതി. യാ താങ്ക്സ്, ബൈ. എന്തായി? മോളെന്തി? അവളകത്താ ചേച്ചിയുടെ ഉണ്ട്. നമ്മുടെ കാര്യം എന്തായി? സർവീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരണമെങ്കിൽ വർക്കിംഗ് അവേഴ്സിൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ശബ്ദ ഡോക്ടറെ വിളിച്ചു. ഡ്രൈവർ വണ്ടി വിടാന്നാ പറഞ്ഞ, പക്ഷെ വണ്ടിക്ക് വരുമ്പോഴത്തേക്ക് നേരം എടുക്കും. അയ്യോ, സോ വാട്ട് ഡു വി ഡു? എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുക? 2 ചോയ്സ് ഉണ്ട്. ഒന്നിലൊരു ടാക്സി എടുത്ത് ഇവിടുന്ന് പോവാം, ഇല്ലെങ്കിൽ ഡോക്ടറുടെ വണ്ടി വരുന്നവരെ ഇവിടെയൊക്കെ തന്നെ നിൽക്കണം. സാറേ, ടാക്സി ഇവിടെ കിട്ടൂല, ടൗണിൽ പോകണം. അത് ടാക്സി ഇവിടെ ഓടി വരണമെങ്കിൽ 2 മണിക്കൂർ കഴിയും. ഞാൻ പറഞ്ഞതേ കുറച്ച് നേരം അങ്ങ് നിന്ന് കഴിഞ്ഞാൽ നേരം വിളിക്കും. അതൊരു ഇവിടെ നിൽക്കണല്ലേ നല്ലത്. അല്ല, ഞാൻ പറയുന്ന ഞങ്ങൾ വേണേൽ റൂം എടുക്കാം, ഒരു ഓട്ടോ അറേഞ്ച് ചെയ്യാൻ പറ്റും. കുഗ്രാമമാണ്, ഇവിടെ ഓട്ടയൊന്നും ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നേരം പുലരുന്നവരെ സമയം തള്ളി നിൽക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എൻ്റെ ഇവിടെ ആണ് സാറേ. സാർ അങ്ങോട്ട് വാ. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇല്ലെന്ന് ഒരു ബുദ്ധിമുട്ടില്ല. കൂടുതലൊന്നും ആലോചിക്കണ്ട, ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് പോവാം. ആ, വരൂ. വാട്സേ യാ, അങ്ങോട്ട് പോകും സാർ. സോറിയുടെ കണ്ണ. പോട്ടെ കേട്ടോ, ടേക്ക് ബാക്ക്.